നമസ്തേ ബോസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിങ്ങും പെർഫോമൻസ് ആണ്. ഞാൻ നിഫ്റ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിന് ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഓപ്ഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻട്രി എങ്ങനെ ചെയ്യാം, അതുപോലെ ലോസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് കാണണോ എങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാനാണ്. ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് നിഫ്റ്റിയിലാണ്. അപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ മെയിൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന അതിൻ്റെ മെയിൻ ചാർട്ടിനെയാണ്. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഓപ്ഷൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം മാർക്കറ്റ് റേറ്റ് 25,101 നിൽക്കുവാണ്. നമുക്ക് സോഫ്റ്റ് രാവിലെ ഒരു ബൈ സിഗ്നൽ ഗ്രീൻ കളറിൽ അപ്പോൾ ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെല്ലുമാണ്. അപ്പം സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും. നിഫ്റ്റി 5 മിനിറ്റിൽ ഇൻട്രാഡേയിൽ ബൈ വന്നിരിക്കുന്നത് 25,058. അതായത് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കോൾ സൈഡാണ് നമ്മുടെ എൻട്രി. അപ്പം നമ്മൾ കോൾ സൈഡ് മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഏത് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് സ്ട്രൈക്ക്, അതായിരിക്കും നമുക്ക് അടുത്ത കൺഫ്യൂഷൻ. സോഫ്റ്റ് അവിടെ റേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല 25,058. ഈ ലെവലിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രൈക്ക് സെലക്ഷൻ നടത്തുക. അത് നമുക്ക് ഇൻ ദ മണി എടുക്കാം, അറ്റ് ദ മണി എടുക്കാം, ഔട്ട് ഓഫ് ദ മണി എടുക്കാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമുക്കൊരു അറ്റ് ദ മണി എന്നുണ്ടെങ്കിൽ 25,000, അല്ലെങ്കിൽ ഇൻ ദ മണി നമുക്ക് 24,900 അല്ലെങ്കിൽ 25,200 ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ സോഫ്റ്റ് റിഗാർഡിങ് ചെയ്യുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മൾ ഓപ്ഷൻ ചാർട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഫേക്ക് ആയിട്ടുള്ള ട്രേഡ് കയറി വരും. അത് ഓപ്ഷനിൽ എഫക്റ്റ് വരത്തില്ല. അപ്പം നമ്മൾ ഓപ്ഷൻ്റെ ചാർട്ടിനകത്ത് കൺഫേം ഒരു എൻട്രി ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തേച്ചാൽ മതിയെ. അങ്ങനെ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലോസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഞാൻ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ 24,900 ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 24,900 എടുക്കുമ്പോഴത്തേക്കും അവിടെ നമുക്കൊരു കൺഫേം ബൈ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം നിങ്ങൾ എടുക്കാവുള്ളേ. പുട്ടായി പോയി കോൾ ഓപ്ഷൻ. ഇതാണ് നമ്മൾ ഓപ്ഷൻ ചെയ്യും. ഇവിടെ നമ്മൾ ആ കോൾ ഓപ്ഷൻ്റെ 24,900 ഓപ്പൺ ചെയ്യുക. ആ 24,900 നമുക്ക് കൺഫേം ബൈ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളേ. അപ്പം ഞാൻ ഇവിടുന്ന് 24,900 എടുത്തു. ഓപ്ഷൻ്റെ ടെംപ്ലേറ്റ് ആഡ് ചെയ്ത് നമുക്ക് നോക്കിയാൽ അവിടെ നമുക്ക് ആ ടൈമിൽ ബൈ ഉണ്ടായിരുന്നു. ഇനി ഇത് കൺഫേം ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആരോ ഇവിടെ ഉണ്ടല്ലോ, ഗ്രീൻ അപ്പാരോ വന്ന അതിൻ്റെ തൊട്ട് താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ഇവിടെ ബൈ സോൺ. ഈ രണ്ട് കൺഫർമേഷൻ മതി. സിഗ്നൽ വരുമ്പോൾ സിഗ്നൽ ഈ ആരോ വന്ന ശേഷം താഴത്തെ ബാർ നമുക്ക് ഓരോ ക്യാൻഡിലുമാണ് ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ ആ ടൈമിൽ ഒറ്റ ബാറേ കാണുള്ളൂ. അത് ഗ്രീൻ ആൻഡ് പ്രൈസ് ഇവിടെ ബൈസോൺ ആണെങ്കിൽ എടുക്കാമെന്ന് അർത്ഥം. ഏത് പ്രീമിയം ചാർട്ട് ഏത് സ്ട്രൈക്ക് ചാർട്ട് എടുത്താലും അവിടെ അതിൻ്റെ എൻട്രി എക്സിറ്റ് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും, സ്റ്റോപ്പ് ലോസും കാണിച്ചു തരും. 24,900 കോൾ ഓപ്ഷൻ 175 സോഫ്റ്റ്വെയർ എൻട്രി പറഞ്ഞിരുന്നത്. നമ്മൾ 175 എടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എക്സിറ്റ് കാണിക്കുന്ന 192, 206, 220. അതായത് 3 എക്സിറ്റ് ലെവലുണ്ട്. ഈ എക്സിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. അത് റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു ട്രേഡ് എക്സിറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത ട്രേഡ് എടുക്കണം, എന്ത് ചെയ്യണം, എഗെയിൻ നമ്മൾ അതിൻ്റെ മെയിൻ ചാർട്ടിലോട്ട് ഫോക്കസ് ചെയ്യുക. നിഫ്റ്റി ഇനി എന്താണ് ട്രെൻഡ് അതനുസരിച്ച് നിങ്ങൾക്ക് ഒരിടത്ത് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. നിഫ്റ്റി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് ഇറങ്ങി നിൽക്കുവാണ്. ഇവിടെ റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ഇനി ഇവിടെ നിന്ന് റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ ഓപ്ഷനിൽ തന്നെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് വന്ന് പുട്ട് സൈഡിൽ നമുക്ക് സെല്ല് വന്ന് നമുക്ക് പുട്ട് ഓപ്ഷനിൽ പോകാം. ഇതൊരു വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇത് പ്രഡിക്ഷൻ ഒന്നുമല്ല, ടെക്നിക്കൽ അനലൈസ് ആണ്. 80 to 90% കൺഫേം നിങ്ങൾക്ക് ഇതിനകത്ത് ആക്യുറസി ആയിരുന്നു. ലോസ് ഒഴിവാക്കാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രീമിയം ചാർട്ടുകൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഫേക്കായുള്ള എൻട്രീസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവായിട്ടൊരു പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.